അപ്പോഴേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറി എൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കോളിഫ്ലവർ ഇതിൽ കാണുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒത്തിരി നീളത്തിലരിയേണ്ട, നമ്മൾ ചിക്കൻ കറിക്കൊക്കെ അരിയുന്ന മാതിരി ഒത്തിരി നീളത്തിലരിയേണ്ട. അതുപോലെ വെളുത്തുള്ളി, ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തണ്ട് കരിവേപ്പില, ഒരു 4 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുകിടുക. ഞാനിവിടെ ഇച്ചിരി നേരത്തെ ആയിപ്പോയി, അതുകൊണ്ട് കടുക് പൊട്ടാനൊരു ഇച്ചിരി താമസമുണ്ട്. അപ്പം കടുക് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് നല്ല ജീരകം ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ കുക്കിംഗ് എല്ലാം പഠിച്ചത് തന്നെയാണ്. കാരണം തന്നെ ജോലിക്കായിട്ട് ഇപ്പോൾ 21 വയസ്സൊക്കെ ആയപ്പം ഞാൻ ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നപ്പം ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കേണ്ടി വന്നു. അപ്പോൾ അപ്പോഴൊന്നും ശമ്പളമൊക്കെ തീരെ കുറവായതുകൊണ്ട് എന്താ പറയുക, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്ത ഓരോ റെസിപ്പികളാണ്. അപ്പം ഈ വലിയ ജീരകം, പെരുംജീരകം, അത് ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേനും നമ്മളുടെ ഉള്ളി, വെളുത്തുള്ളി, ജിഞ്ചർ, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നല്ലതുപോലെ വേകാൻ വയ്ക്കുക. വഴറ്റി അത് ഒത്തിരി ഒന്നും വഴലേണ്ട ആവശ്യമില്ല. എന്താ പറയുക, നമുക്ക് കോളിഫ്ലവർ ഇട്ട് അത് അടച്ചു വെച്ച് വേവിക്കണം എന്തായാലും. എന്നാലും അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ അതിനെ നമ്മൾ വേവിക്കാം. അപ്പം ഇതിലേക്ക് ഈ കടുക് വറുത്തപ്പം ഞാൻ പട്ട ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ആ പട്ട ഇപ്പം വേണമെങ്കിലും ഇടാം, പക്ഷേ എണ്ണ ആദ്യമേ തിളച്ച് വരുമ്പം കടുകിൻ്റെ കൂടെ ഈ പട്ട ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അത് കുറച്ചും കൂടെ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഈ ഇതിലേക്കൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടയാവുന്നത് നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒത്തിരി പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും തളരാതെ നമ്മൾ എന്താ പറയുക, കൂടുതലും വേറെ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത്. അന്നൊന്നും യൂട്യൂബൊന്നും ഇല്ല നമുക്ക് റെസിപ്പി നോക്കാൻ. ഇന്നൊക്കെ എന്ത് ഈസി അല്ലേ. അന്നൊന്നും നമുക്ക് ചുമ്മാ വീട്ടിൽ ചോദിച്ച് അമ്മയുടെ അടുത്ത് ചോദിച്ചൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എഴുതി വെക്കുകയൊന്നുമില്ല, പിന്നെ മറന്നു പോകും, പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കും. അന്നൊക്കെ STD കോൾസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. സോ ഇന്നത്തെ മാതിരി ചുമ്മാ ഫോൺ വിളിച്ച് സമയം കളയാനും നമ്മളുടെ തുച്ഛമായ ശമ്പളത്തിൽ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുക. അതൊരു 1/4 ടീസ്പൂൺ അല്ല, അതിൻ്റെ പകുതി മതി, നമുക്കൊരു ഇച്ചിരി കളർ മതി. അതും കൂടെ ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം മതിയായിരിക്കും. 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇനി അടച്ചു വെച്ച് വേവിക്കുക. വേവിക്കുക എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ നല്ലപോലെ വെന്ത് വരണം. ഒത്തിരി ഉടഞ്ഞു പോകാൻ പാടില്ല. ഒരു 10-12 മിനിറ്റ് വരെയൊക്കെ മതിയായിരിക്കും. അത് നല്ല വേവാകുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞാനിവിടെ ഒരു ക്യാനിൻ്റെ 1/2 ക്യാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ സാധാരണ തേങ്ങയാണോ പാലാക്കി ഒഴിക്കുന്നതെങ്കിൽ 1/2 തേങ്ങയുടെ പാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ അത് എത്ര കുറുകിയിരിക്കുന്നത് നോക്കി. ഈ ക്യാനിൽ വരുന്നത് വളരെ തിക്കായതുകൊണ്ട് ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റ് വല്ലാതെ പോകും. അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഗാർഡനിലെയാണ്, ഫ്രഷായിട്ട് ഓർഗാനിക്കാണ്. അപ്പോൾ അത് നന്നായി മുറിച്ച് ഈ അത് ജസ്റ്റ് തിളച്ചാൽ മാത്രം മതി. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ ഈ മല്ലിയില ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ആ സമയത്ത് തീ ഓഫ് ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ഒരു മാംഗോ ആവക്കാഡോ ക്യുക്കമ്പർ സാലഡാണ്. നല്ല ടേസ്റ്റാണ്, സമ്മറിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇതൊക്കെ ഈ സാലഡ് റെസിപ്പീസൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചെടുത്തതാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, എന്നാലും ഇത് ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഒത്തിരി മാംഗോ ഉണ്ടായിരുന്നപ്പം അത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഈ സാലഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് തണുക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം
ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി, ഈ കോളിഫ്ലവർ കറിയും സാലഡും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു ലൈറ്റർ.